എല്ലാവർക്കും ഐ വിൻ സിമ്പിൾ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു പെഡസ്റ്റൽ സ്റ്റൂൾ ഉണ്ടാക്കാം. Now you have to cut the four-way groove, and then send it right through it, right here.
I'm going to cut it like this. Raise the blade little by little. Then I had to cut it. I'll go 2-3 times. Raise the blade. എല്ലാവരും വെച്ച് നോക്കുമല്ലോ നമുക്ക് ഗാർഡനെല്ലാം വിളിച്ചു നോക്കും. ആരും പറഞ്ഞിട്ടുണ്ട്. അടുത്ത നമുക്ക് ചെയ്യേണ്ടത് ഇവിടെ ഇതിൻ്റെ സെൻറ്ററിൽ ഒരു ഗ്രൂ കട്ട് ചെയ്യണം. 3/4 ഇഞ്ച് ഗ്രൂ കട്ട് ചെയ്തിട്ട് ഇതിനകത്ത് അടിച്ചിറക്കണം. ഇത് അടുത്തതിന് ഞാൻ ചെയ്യാൻ പോകുന്നു. ഈ ഡെപ്താണ് നമുക്ക് വേണ്ടിയത്. ഞാനൊരു ഡ്രിൽ ബിറ്റ് എടുത്തിട്ട് 3/4 ഇഞ്ച് വെച്ചിട്ട് ഒരു ടേപ്പ് വെച്ച് മാർക്ക് ചെയ്യും. ഇത്രയും 3/4 ഇഞ്ച്. ഇനി ഇത് നമുക്ക് കുറച്ച് കിഴുത്തിയിടാം. ഹോളിട്ടിട്ട് ഇത്രയും ഡീപ്പിൽ കിഴുത്തിയിട്ട് വെച്ച് ബാക്കി ചിസിൽ വെച്ച് ബാക്കിയുള്ളത് ചിസിൽ വെച്ച് ചെത്തിയെടുക്കാം. അങ്ങനെ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. I have a better idea. I find one of the drill stopper. So this way we won't make a mistake. Tape always mess up. ഞാൻ ഈ ഗ്രൂ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനൊരു ജോക്ക് പറയട്ടെ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെന്ന് പറയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ വേണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ പിന്നെ ഞാൻ ജോക്കൊന്നും പറയത്തില്ല. ഓക്കെ ആദ്യത്തെ ജോക്ക്. നമ്മൾ നാട്ടിലെ ഒരു പള്ളിയിൽ കൺവെൻഷൻ നടക്കുവാണ്. എന്നിട്ട് സഭയിലെ ഒരു പ്രധാന അച്ഛനാണ് കൺവെൻഷൻ പ്രാസംഗികൻ. അച്ഛൻ ആദ്യത്തെ ദിവസം കൺവെൻഷന് നമ്മുടെ നാട്ടിൻ പ്രദേശത്തുള്ള ഒരു അച്ഛൻ, നമുക്ക് സാമിച്ചായനെന്നും മോളിമാമയെന്നും വിളിക്കാം അവരെ. ആരെ ഉദ്ദേശമല്ല കേട്ടോ, പേര് ചുമ്മാ ഞാനൊരു പേരിട്ടെന്നേ ഉള്ളൂ പറയാൻ എളുപ്പത്തിൽ. സാമിച്ചാനും മോളിമാമയും. അത് അവർ കൺവെൻഷൻ്റെ സമയമായപ്പോൾ നേരത്തെ തന്നെ പള്ളിയിൽ ചെന്ന് മുൻ സീറ്റിൽ തന്നെ സീറ്റ് പിടിച്ച് കൺവെൻഷന് ഇരുന്നു. അച്ഛൻ വന്ന് പ്രസംഗം തുടങ്ങി. അച്ഛന് ഒരു സബ്ജക്റ്റ് എടുത്തു, ബൈബിളിൽ നിന്ന് സബ്ജക്റ്റ് എടുത്തു. നിങ്ങൾ ഉപ്പാകുന്നു, ഉപ്പ് കാരമില്ലാതായാൽ ഒന്നിനും കൊള്ളത്തില്ല, വെളിയിലിട്ട് ചവിട്ടാനേ കൊള്ളത്തുള്ളൂ എന്നുള്ള സബ്ജക്റ്റിലെടുത്ത് വലിയൊരു പ്രസംഗം നടത്തി. അത് കഴിഞ്ഞ് കൺവെൻഷൻ കഴിഞ്ഞ് വീട്ടിലോട്ട് പോയപ്പം അമ്മാമ്മ അച്ഛനോട് പറയാം, ചുമ്മാ നല്ല ഡോക്ടർ പറഞ്ഞ് നിങ്ങൾക്ക് അപ്പടി പ്രഷറാണ് ഉപ്പ് കാരണം എന്ന് വെച്ചാൽ അമ്മാമ്മ എല്ലാ കാര്യത്തിനും അച്ഛനെ ഇങ്ങനെ വെറുതെ ചുമ്മാ വഴക്കുണ്ടായിക്കൊണ്ടിരിക്കും. ഓക്കെ, രണ്ടാമത്തെ ദിവസം കൺവെൻഷൻ സമയത്ത് ഇവർ നേരത്തെ എത്തി. അച്ഛൻ വേറൊരു സബ്ജക്റ്റിൽ ഏതോ സബ്ജക്റ്റ് പ്രസംഗിച്ചു. അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു, മദ്യപാനി സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല പറഞ്ഞു. അത് കൺവെൻഷൻ എല്ലാം കഴിഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞ് അച്ഛൻ ടൗണിൽ കൂടെ പോകുമ്പം ബൈക്കിൽ പോകുമ്പം അച്ഛൻ ബിവറേജ് സ്റ്റോറിൻ്റെ വാതിക്കൽ ലൈനിൽ നിൽക്കുന്നു, തലയിൽ കൂടെ ഒരു തുണിയൊക്കെ ഇട്ടുണ്ട്. അച്ഛൻ കണ്ടു. അച്ഛൻ കാണാത്ത ഭാഗത്തിലങ്ങ് പോയി. അന്നേരം അച്ഛൻ ഈ സാമിച്ചാൻ്റെ റിലേറ്റീവും കൂടെ. അന്നേരം ഒരു 2 ആഴ്ച കൂടെ കഴിഞ്ഞപ്പോൾ അച്ഛൻ നാട്ടിൻ പ്രദേശത്ത് കൂടെ വന്നപ്പോൾ എന്നാൽ സാമിച്ചാനെ ഒന്ന് ഉപദേശിച്ചേക്കാമെന്ന് കൊണ്ടുകൊണ്ട് വീട്ടിൽ കയറിയിട്ട് അന്നേരം അച്ഛനെ കണ്ടുകൊണ്ട് അമ്മാമ്മയും അച്ഛനും കൂടെ ഇറങ്ങി വന്നു. എന്നിട്ട് അച്ഛൻ കയറിയിരുന്നു, വർത്താനൊക്കെ തുടങ്ങി, വിശേഷങ്ങളൊക്കെ ചോദിച്ചു. കുറേ നേരമായിട്ടും അമ്മാമ്മ അടുത്തൊന്നും മാറുന്നില്ല. എന്നിട്ട് വേണം അച്ഛൻ ഈ കാര്യം ഒന്ന് സാമിച്ചാനോടൊന്ന് ഉപദേശിക്കാൻ. എന്നിട്ട് ഇത് പറഞ്ഞാണല്ലോ, ഇത് അമ്മാമ്മ മാറുന്നുമില്ല.
കുറേ നേരം കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, ഒരു അച്ഛൻ വീട്ടിൽ വന്നിട്ട് ഇച്ചിരി കുടിക്കാൻ ഇച്ചിരി വെള്ളം തരത്തില്ലെന്ന് ചോദിച്ചു. എന്നിട്ട് അമ്മ പറഞ്ഞു, സോറി ഞാനിപ്പോൾ എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് അടുത്തോട്ട് കയറിപ്പോൾ. അന്നേരം അച്ഛൻ വിളിച്ച് പറഞ്ഞു, എന്നാൽ ഇച്ചിരി ചൂടുവെള്ളം തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അന്നേരം ചൂടാകുമ്പോൾ കാപ്പി വല്ലാനത്തും ഇച്ചിരി സമയം എടുക്കുമല്ലോ, കോഫി വല്ലാനത്തും ഇച്ചിരി സമയം വേണമല്ലോ. അന്നേരം അച്ഛനോട് ശരിക്കും സംസാരിക്കാമല്ലോ എന്ന് ഉദ്ദേശിച്ച് അച്ഛൻ അങ്ങനെ പറഞ്ഞു. എന്നാൽ അമ്മമ്മ അകത്തോട്ട് പോയപ്പം അച്ഛൻ ഇതൊക്കെ സാമിച്ചാൻ്റെ അടുത്തോട്ട് കയറിയെന്ന് പറഞ്ഞു. ഞാൻ കണ്ടായിരുന്നു ബിവറേജ് സ്റ്റോറിൻ്റെ വാതൊക്കെ നിൽക്കുന്നത്. എന്തിനാ സാമിച്ച ആവശ്യമില്ലാത്ത പണി തുടങ്ങുന്നത്, അത് നല്ലതൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു. അന്നേരം സാമിച്ചാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛനല്ലേ പറഞ്ഞ് മദ്യപാനി സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ലെന്ന്. അതാന്നു സാമിച്ചായ, ഞാൻ പറഞ്ഞൊന്നുമല്ല, അങ്ങനെ ബൈബിളിലൊക്കെ പറയുന്നുണ്ടെന്ന് പറഞ്ഞു. അന്നേരം സാമിച്ചാൻ ഇതൊക്കെ അകത്തോട്ട് നോക്കിയിട്ട് അമ്മാമ്മ വരുന്നോ ഇല്ലയോ എന്ന് മേക്ക് ഷുവർ ചെയ്തിട്ട് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ ഉള്ളത് പറയാമല്ലോ, അടുത്ത പ്രാവശ്യം ഇവളില്ലാത്ത എവിടാണെങ്കിലും ഞാൻ ഹാപ്പിയാണ്. ഓക്കെ, താങ്ക് യു. Just gotta clean up a little more. Then and go fit right in. I'm getting closer to finish it. Now you gotta round it out, round the edge, sand it up, then put some varnish. ഇനി എല്ലാം സാൻഡ് ചെയ്യുക. It's going to be a little dusty. Make sure mask. അടുത്തതായി ഞാൻ ചെയ്യാൻ പോകുന്നത്, ഇവിടെ ഇങ്ങനെ ഒരു വുഡ് പീസ് നമുക്ക് ഇൻസ്റ്റോൾ ചെയ്യണം. ഈ ഫുഡ് റെസ്റ്റിന് വേണ്ടി. ഒരു ചെറിയ ഹോള് കണ്ടോ, ഒരു ടെക്നിക്ക് കാണിച്ചു തരാം അതെങ്ങനെ എന്ത് ചെയ്യണം. സാൻഡ് ചെയ്ത ഫുഡിൻ്റെ പൊടി കണ്ടോ, അതൊരു ശകലം എടുത്തിട്ട് ഒരു ശകലം ഇങ്ങനെ എടുക്കണം. എടുത്തിട്ട് ശകലം ഗ്ലൂ ഒഴിച്ചെടുക്കണം. ഗ്ലൂ ഒഴിച്ചെടുത്തിട്ട് മിക്സ് ചെയ്യണം. ആൻഡ് ടേക്ക് ഇറ്റ്, fill it up. നല്ലതുപോലെ തൂക്കണം. സാൻഡ് ചെയ്ത ഡസ്റ്റ് എല്ലാം തൂത്ത് കളയണം. തൂത്ത് കളഞ്ഞിട്ട് ഇത് സ്റ്റെയിൻ അടിക്കും. വുഡ് സ്റ്റെയിൻ. അടിച്ചു കൊടുക്കും. ഇതാണ് പെഡസ്റ്റൽ സ്റ്റൂൾ. താങ്ക് യു ഫോർ വാച്ചിങ്.